ഉച്ചക്ക് ശേഷമുണ്ട് മഴ കണ്ടിട്ട് തന്നെ എടുത്ത് വെച്ച് വച്ച് അവിടെ എന്നെ വിളിച്ചത് അത്ര ഇതിൽ കാണിക്കുന്നത്ര പക്ഷെ വലിച്ചങ്ങോട്ട് ഇതാക്കാൻ സാരമില്ല അസ്സലാമു അലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. മഴയും തണുപ്പും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ശനിയാഴ്ചത്തെ വ്ലോഗാണ്. ഞായറാഴ്ചത്തെ വ്ലോഗ് കുറച്ച് വലുതാണ്, അത് എഡിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ പാല് വന്നിട്ടുണ്ട്. ഞാൻ വേഗം പോയി ചായക്ക് വെക്കാൻ വേണ്ടിയിട്ട് പുറപ്പാടാണ്. നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരാനുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം റിപ്ലൈ തരാം. എന്താ പറയുക, നല്ല ഹെഡേക്കും തലകറക്കലും ഇങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കുറച്ച് ദിവസം അങ്ങനെ പോയത്. അപ്പോൾ എൻ്റെ ഫോണിൽ ലൈന് വീണിട്ടുണ്ട് എന്ന് കണ്ടിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പോകാൻ വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ ജിനി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് പോകാൻ വഴിയൊന്നുമില്ല. എൻ്റെ ഫോണ് OnePlus ആണ് കേട്ടോ. അതായത് ഞാൻ നോർമൽ കോളും വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്ന ഫോണ് OnePlus ആണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആപ്പിളിൻ്റെ iPhone 14 Pro Max ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൈന് വീണത് ഞാൻ ആദ്യം അപ്ഡേറ്റ് ചെയ്തപ്പോൾ വീണതാണ്. അത് OnePlusൻ്റെ ഷോറൂമിൽ പോയിട്ട് ശരിയാക്കി തന്നു. അവർ പൈസയൊന്നും മേടിച്ചില്ല കേട്ടോ അന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യാണ്ട് തന്നെ വീണിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരെണ്ണം വീണു, പിന്നെ 2എണ്ണമായി, പിന്നെ 3എണ്ണമായി, പിന്നെ 4ഉം 5ഉം 6ഉം 7ഉം ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 എണ്ണം ആയിട്ടുണ്ട്. ഇപ്പോൾ 1 തുടങ്ങി 8 എണ്ണം. അപ്പോൾ എന്തായാലും ഇതുണ്ടല്ലോ, ഈ ഒരു ഗിഫ്റ്റ് പാക്കിങ് ഇന്നലെ രാത്രി ഉമ്മയും റിഹാനും എന്താ പറയുക വാപ്പയും എല്ലാവരും കൂടെ ഒരുപാട് ട്രൈ ചെയ്തു കേട്ടോ. അവർ ഈ ഗിഫ്റ്റ് ഒന്ന് പാക്ക് ചെയ്യാൻ. നമുക്കിന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിന്നർ സെറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമ്മളിത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ നിന്നില്ല, കാരണം 3 പേരും കൂടെ മല്ലി കെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി, അവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പേപ്പർ കൊണ്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, രാവിലെ എണിച്ച് ഇത് കണ്ടപ്പോൾ ശരി അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എങ്ങനെയൊക്കെയോ പാക്ക് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. സിമ്പിളൊന്നുമല്ല കേട്ടോ. അതിനെ വലിച്ച് ടൈറ്റ് ആക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടിച്ചു വരുമ്പോൾ കണ്ടില്ലേ, ഇങ്ങോട്ട് തന്നെ വരുന്നു, ഭ്രാന്ത് വരില്ലേ. നമ്മൾ അടിച്ചൊരു ഭാഗത്തേക്ക് കൂട്ടി വയ്ക്കുമ്പോഴേക്കും കാറ്റ്. കഞ്ചിക്കോട് അറിയാമല്ലോ, ഭയങ്കര കാറ്റിൻ്റെ ഒരു കേന്ദ്രമാണ് എന്നുള്ളത്. വിൻമില്ലൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാമല്ലോ. അപ്പോൾ വട്ടാവും കേട്ടോ നമുക്ക് അടിച്ചു വാരി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും അവിടെ ഞാൻ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ നായ ചവിട്ടിയിൽ ഇങ്ങനെ കിടന്ന് മാന്തുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കസിന്. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് നമ്മൾ മഴ നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ മഴ കൊള്ളണം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഒന്നുകൂടെയും കഴുകിയിട്ട് നമുക്ക് ഉള്ളിലോട്ട് ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കഴുകാണ്. പക്ഷെ കഴുകുമ്പോൾ ഒക്കെ കറുത്ത വെള്ളങ്ങളാട്ടോ വരുന്നത്. ലാസ്റ്റ് നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അത് ടാങ്കിൽ എന്തോ പാറപ്പൊടിയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം മേ ബി. എനിക്കും ഹഗ് ചെയ്യാൻ ജിനിയെ പോലെ എന്തോ പോലെയാണെന്ന് ആ ഒരു ഫീല് നമുക്കേ അറിയുള്ളൂ അല്ലേ. നമുക്ക് ഹഗ് ചെയ്യാനുള്ള എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളൊരു പ്രോബ്ലം നമുക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളായിരിക്കാം മേ ബി. അപ്പോൾ എന്തായാലും നമ്മുടെ പുട്ട് റെസിപ്പി കുറേ പേര് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നാക്ക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോ പ്രോട്ടീൻ ആണെന്നാണ് കേട്ടോ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ്, എനിക്ക് മക്കൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ആർക്കും വലിയ ഇഷ്ടമല്ല, എനിക്ക് മാത്രമേ അത് ഇഷ്ടമുള്ളൂ. അപ്പോൾ എന്തായാലും ചവിട്ടിയൊക്കെ ഒന്ന് വേഗം കഴുകിയിട്ട് ഞാൻ വീണ്ടും നല്ല വെള്ളങ്ങൾ ഒഴിച്ചെടുക്കുകയാണ്. ഒന്ന് ഇങ്ങനെ മേലെന്ന് താഴോട്ട് വെക്കുന്ന ഒരു പോസിലാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയിക്കോളും.
അങ്ങനെയാണ് ഞാൻ ഈ ചവിട്ടി കഴുകാറുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് ജിനിയുടെ കട്ടിംഗ് ബോർഡ് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്കൊരു പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. നല്ല ബോർഡാണ്, പക്ഷെ വീതി കുറച്ച് കുറവുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട വലുപ്പത്തിൽ അത് കിട്ടും എന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വീഡിയോ ആണ് ചേച്ചിയുടേത്. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നു. പല വീഡിയോസിലും തോന്നിയിട്ടുണ്ട്, ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ അത് പറയണമെന്ന് തോന്നി. താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ, ചേച്ചി വെക്കുന്ന ബിരിയാണി ഉണ്ടാക്കി നോക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. ബട്ട് എനിക്ക് വെള്ളം വറ്റിക്കൽ പരിപാടി അറിയില്ല, അതാണ് പ്രശ്നം. അത് എനിക്കും പണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഇതുപോലെ എൻ്റെ ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ വേവ് ഏറുമോ വേവ് കുറയുമോ എന്താണ് അവസ്ഥ ഉണ്ടാവുക അങ്ങനെയൊക്കെ കുറേ ചോദിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഈ വെള്ളം വറ്റിക്കൽ പരിപാടി ആയതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൽ മാത്രമേ കംഫർട്ട് ഉള്ളൂ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. വേറെ ഏത് പാത്രവും എനിക്ക് പേടിയാണ്, അടി പിടിക്കുകയോ വെള്ളം എന്താവും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ ഈ ബിരിയാണി വെക്കുമ്പോൾ 1.5 ഗ്ലാസ് മതി കേട്ടോ വെള്ളം. ഇനി അഥവാ നിങ്ങൾക്ക് വേവ് കുറച്ചും കൂടെ കമ്മി ആണ് തോന്നിക്കഴിഞ്ഞാൽ ചുടുവെള്ളം ജസ്റ്റ് ഇങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി സിമ്മിലിട്ടിട്ട്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ ഇതില്ലേ മധുരക്കിഴങ്ങിൽ ഉപ്പിടണം എന്നാണ് പറയുന്നത്. ഉപ്പിടാണ്ട് ആരെങ്കിലും എന്നെ പോലെ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഉപ്പിടുക കേട്ടോ. ജിനി ഞാനും വരും ഒരു ദിവസം. ഓക്കെ വന്നോളൂ, അതിനിപ്പോൾ എന്താണ്, വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് മാത്രം. വിളിച്ച് പറയാൻ ഇനി നമ്പർ എവിടുന്നാ എന്ന് ചോദിക്കുമെന്നാവും കേട്ടോ. അപ്പോൾ എന്തായാലും വരൂ കേട്ടോ. പിന്നെ നമ്മുടെ കായ്ച്ചാറിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അധികം ആരും അത് കണ്ടിട്ടില്ല. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണുക കേട്ടോ. അതൊരു പ്രത്യേക തരം കറി തന്നെയാണ് കായ്ച്ചാറ് എന്ന് പറയുന്നത്. പല ആൾക്കാരും ഇത് മട്ടൻ സാമ്പാറാണോ, ഇത് മട്ടൻ അതാണോ ഇതാണോ അങ്ങനെയൊക്കെ ചോദിക്കും. വേസ്റ്റ് കുറേ കളയാൻ നിന്നപ്പോഴാണ് ആ പൊട്ടിക്കുന്ന സംഭവം അങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ അത് അവിടെ തന്നെ കൊണ്ടുവച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് പൊട്ടിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ബാക്കിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഇതുപോലത്തെ വേസ്റ്റുകളൊക്കെ അവർ തന്നെ എടുത്തിട്ട് പോകും. അങ്ങനെ ബാക്കിൽ എപ്പോഴും വാതിൽ തുറന്നിടാറേ ഇല്ല. ജനലിപ്പോൾ തുറന്നിടുമ്പോൾ കള്ളിപ്പൂച്ച ജനലിലൂടെ വരുന്നുണ്ട്. ഒരു ദിവസം വന്നിട്ട് എൻ്റെ മീൻ മൊത്തം എടുത്ത് കഴിച്ചിട്ട് പോയി. പിന്നെ എനിക്കിപ്പോൾ ജനൽ തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് പോരുമ്പോൾ ജനൽ അപ്പം തന്നെ അടക്കും ചെയ്യും കേട്ടോ. ഒരു ദിവസം ഇങ്ങനെ എത്തി നോക്കണുണ്ടായിരുന്നു. ഞാൻ ഹോളിലിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു തല ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ടേ. അപ്പോൾ നോക്കുമ്പോൾ എന്ത് പൂച്ചയാണ്. അപ്പോൾ വേഗം ഞാനിതാ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെന്താണ്, ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് എടുക്കണം. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വലിയ മൂഡൊന്നുമില്ല. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച പൊറോട്ടയും കറിയും എല്ലാം ബാക്കിയുണ്ട്, കായ്ച്ചാറും ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കായ്ച്ചാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3 ദിവസമെങ്കിലും കൂട്ടണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം അത്രയും 1.5-2 മണിക്കൂർ എടുത്തിട്ട് വെക്കുന്ന കറിയാണ്. അപ്പോൾ എന്തായാലും 3 ദിവസമെങ്കിലും കൂട്ടണം. ഇനിയിപ്പോൾ അതിന് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഇത്രയും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ക്വാണ്ടിറ്റി നല്ലോണം കൂടാറും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ 3 ദിവസമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വറുത്തരച്ചത് നമ്മുടെ സാമ്പാർ വെക്കുമ്പോഴും കായ്ച്ചാറ് വെക്കുമ്പോഴും കേട്ടോ. എന്താ പറയുക, ഫ്രിഡ്ജിൽ വെക്കും. ആവശ്യമുള്ളത് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ചൂടാക്കിയിട്ട് അപ്പോൾ കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ എന്തിനാ ഈ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊറോട്ടയൊക്കെ ചൂടാക്കി ഞാൻ അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പിന്നെ ദോശയാണ് കേട്ടോ. കായ്ച്ചാറിലേക്ക് എപ്പോഴും ദോശയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ കായ്ച്ചാറ് മട്ടന് പകരം ചിക്കൻ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മട്ടന് പകരം ചിക്കൻ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിയില്ലേ? ഞാനിതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കതൊന്ന് നോക്കണം. പിന്നെ എന്തൊക്കെയോ കുറേ കമൻസ് ഉണ്ട്. കോപ്രായം കാണിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഒക്കെ. നിങ്ങൾ എന്തോ വിചാരിക്കും, ഞാൻ എന്ത് പറയാനാ. പിന്നെ എൻ്റെ ജിനിയെ എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ എത്തും, കൊതിപ്പിച്ച് കൊല്ലും. ഞാൻ പാലയിലുള്ള ആളാണോ? പാല ഫുഡിൻ്റെ അല്ലേ? താറാവ്, ബീഫ് ഇങ്ങനെയൊക്കെയാ തോന്നുന്നു അല്ലേ അവരുടെ സ്പെഷ്യൽ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ എന്തായാലും പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഗ്യാസ് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഗ്യാസ് കത്തിച്ചിട്ട് പാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഗ്യാസ് കംപ്ലൈൻ്റ് ആവും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. റിഹാൻ കൈ ഇങ്ങനെ
കറി ഇങ്ങനെ നക്കി നക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊതുവെ ഇഷ്ടമാണ് മസാലക്കറികളൊക്കെ. പൊറോട്ട ചൂടാക്കി ഞാനും ഒരു പകുതി പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഒരു ദോശയും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ കാർ വാഷ് ചെയ്യാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാറ് നമ്മൾ വാഷ് ചെയ്യും, പിന്നെ ലുലുവിൽ പോവുകയാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യില്ല. അവിടെ കാർ വാഷ് ഉണ്ട്, കുറച്ച് 200 എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ സൂപ്പറായിട്ട് നമുക്ക് കാർ വാഷ് ചെയ്ത് തരും. അപ്പോൾ പിന്നെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവർ ചെയ്തു തരുമ്പോൾ ഒരുപാട് പൈസ ആവുന്നില്ലല്ലോ. പിന്നെ അപ്പം ഞാൻ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണം. അയൻകുട്ടി രാവിലെ ഇങ്ങനെ ഇതിന് പോയതാണ്, എന്താ ഫുട്ബോൾ ക്യാമ്പിന് പോയതാണ്. ഇപ്പം അവൻ വരാനായിട്ടുണ്ട്. ഉമ്മാൻ്റെ തലേൻ്റെ അവിടെ ബ്ലറാക്കിയത് ഉമ്മാൻ്റെ ഷോള് തലേന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ബ്ലറാക്കിയതാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത് എന്താ ഇങ്ങനെ എന്നുള്ളതൊന്നും. എന്തായിരുന്നു ഇത്രയും സമയം? ആരുടെ ഫോണ്? ഞാൻ പറയും ഫോൺ കൊണ്ടുവന്ന് ഞാൻ പറയും, സാറിനോട് വിളിച്ചു പറയും. ഒരു കുഴപ്പമില്ലേ? പിന്നെന്തായി? എത്ര മണിക്ക് കഴിഞ്ഞിരുന്നു പറ ആദ്യം. 9 മണിക്ക് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നിങ്ങൾ അവിടെ വെറുതെ ഇരുന്നു. സത്യം പറഞ്ഞാ പെണ്ണിനെ വിളിച്ചോ? അപ്പോൾ നമ്മുടെ സംസാരം കേട്ടല്ലോ അല്ലേ. അപ്പോൾ അവൻ വന്ന ശേഷം ഞാൻ വേഗം പോയിട്ട് അവനക്കുള്ള ഫുഡും കൂടെ എടുക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ അവർ ഫുട്ബോൾ ക്യാമ്പ് കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ വിശപ്പിൽ അവന് പൊറോട്ടയൊക്കെ തട്ടിയിട്ടോ. പിന്നെ നമ്മൾ ചായ ആയിട്ടുണ്ടായിരുന്നു, ചായക്കൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സൺഡേ വ്ളോഗ് ഞാൻ ഇടാം കേട്ടോ. സൺഡേ വ്ളോഗ് കുറച്ച് ലെങ്തിയാണ്, നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് വരണേ ഉള്ളൂ കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ ഒന്ന് പോകണം, പെരുന്നാളിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ഹെവി കുക്കിംഗ് ഡേയ്സിൽ ഉമ്മ ഹെൽപ്പ് ചെയ്യാറില്ലേ ചോദിക്കുന്നുണ്ട്. ചെയ്യാറുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ. പിന്നെ അതിന് വേറെ ആൾക്കാരെ നമുക്ക് കിട്ടാറുണ്ട്, അപ്പോൾ അവർ ശരിയാക്കി തരും. അതുകൊണ്ട് എനിക്ക് വലിയ ഹെവി ആയിട്ട് തോന്നാറില്ല. കുക്കിംഗ് മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. മറ്റേ കട്ടിങ് ക്ലീനിങ് ഇതിനൊക്കെ നമുക്ക് ആളുണ്ടാവും. അതുകൊണ്ട് വലിയ ഹെവി ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. എല്ലാവരും കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ കറണ്ട് ഒന്ന് പോയതാണ് കേട്ടോ. പിന്നെ അപ്പം തന്നെ വന്നു, വേഗം പോയി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കും ഉമ്മാക്കും ഹൗസ് വാമിങ്ങിന് പോകാനുണ്ട്. ഉമ്മാൻ്റെ കസിൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ മിൽക്ക് മിസ്റ്റ് എൻ്റെയും ഫേവറേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈ മിൽക്ക് മിസ്റ്റ് അന്ന് എടുത്തത് ഭയങ്കര പുളി ഉണ്ടായിരുന്നു. ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ, അതിൻ്റെ നോയ്സ് ഉണ്ടാവും നമ്മുടെ ഇതിൽ. അന്നെടുത്തത് ഭയങ്കര പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര തൃപ്തിയായില്ല. അത് കഴിഞ്ഞിട്ട് ചോറ് വെച്ചിട്ട് വേണം പോകാൻ. ഉപ്പാക്കും കുട്ടികൾക്കും ചോറ് വെക്കണം. അപ്പോൾ ചോറൊക്കെ ഒന്ന് വെച്ച് പോകാമെന്ന് വിചാരിച്ചു. കറിയുണ്ട്, പിന്നെ വന്നിട്ട് എന്തെങ്കിലും കൂട്ടാൻ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ചോറ് നമ്മൾ 2 വിസിൽ അടുപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ലല്ലോ, വന്നിട്ട് അത് ഊറ്റി കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഇതെവിടെ പ്ലേസ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ പോയില്ലേ, അത് കോയമ്പത്തൂർ എന്ന് മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. വേറെ നമ്മൾ ലുലുവിൽ പോയില്ലേ, അതിൽ നിന്നാണ് കേട്ടോ അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ അതൊരു സ്ട്രീറ്റാണ്, അവിടെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട്, എല്ലാതും ഉണ്ട്. ഡ്രസ്സ് വേണോ ഫുഡ് വേണോ ക്യാഷ് മാത്രം മതി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ, വേറെ ഒന്നും ആവശ്യമില്ല. എല്ലാതും ഏറെക്കുറെ എല്ലാം ഉണ്ട് കേട്ടോ ആ ഒരു സ്ട്രീറ്റിൽ. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സംഭവമല്ലേ കുട്ടികൾ ഷൂ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ക്രീമാണ്,
ഞാൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ക്രീം അവർക്ക് കൊടുക്കും. അവർ ഷൂ പോളിഷ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യും കേട്ടോ. ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയൂ. സ്കൂൾ ഷൂ ഒക്കെ വെട്ടിത്തിളങ്ങാൻ നമ്മൾ പഴയ ക്രീമൊക്കെ ഡേറ്റ് കഴിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പോളിഷ് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇനി നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.